Hi friends, welcome back to our channel with love Anju. നമ്മുടെ ആദ്യത്തെ റെസിപ്പി വീഡിയോ ആണ് ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ 90s കിഡ്സിന്റെ ഒക്കെ ഒരു ഫേവറേറ്റ് നൊസ്റ്റാൾജിക് ഐറ്റം ആയിരിക്കും ഈ പുളിയച്ചാർ എന്ന് പറയുന്നത്. അപ്പോൾ പുളിയച്ചാർ ഇന്ന് അത്ര അവൈലബിൾ അല്ല, കടകളിലൊന്നും അത്ര കിട്ടാനില്ലെങ്കിൽ പോലും അതിന്റെ ടേസ്റ്റ് അറിഞ്ഞവർക്ക് അതൊന്ന് കഴിക്കാൻ ഇപ്പോഴും ആഗ്രഹം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പുളിയച്ചാറിന്റെ റെസിപ്പിയാണ്. എല്ലാവരും വിചാരിക്കും പുളിയച്ചാർ ഉണ്ടാക്കുന്നത് പുളി കൊണ്ടാണെന്ന്, പക്ഷെ പുളി കൊണ്ടല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. അത് വേറെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് കൂടി ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതും കൂടെ ഞാൻ പറയാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ പുളിയച്ചാർ ഉണ്ടാക്കുന്ന ഫ്രൂട്ട്, അതായത് എലന്തപ്പഴം എന്ന് പറയും, അതുപോലെ ജൂജുബി ഫ്രൂട്ട് എന്നും പറയും. അപ്പോൾ ഈ ഒരു സാധനമാണിത്. ഇതിൻ്റെ കുരുവാണ് നമുക്ക് പുളിയച്ചാറിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ കുരു ഉണ്ടാവുമല്ലോ, അത് നമുക്ക് കണ്ടാലറിയാം. പുളിയും കുരു അല്ല, വേറൊരു കുരുവാണ് അത്. ഈ ഒരു ഫ്രൂട്ടിൻ്റെ കുരുവാണ്. ഞാനത് എടുത്ത് കളയുമ്പോൾ കാണിച്ചു തരാം. നമുക്ക് ഈ കുരു ഇട്ടും ഉണ്ടാക്കാം, കുരു എടുത്ത് കളഞ്ഞിട്ട് വേണേൽ ഉണ്ടാക്കാം. അപ്പോൾ കുരു നമുക്ക് വെറുതെ കടിക്കാനൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് പഴത്തിൻ്റെ കുരു നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കുരു മുഴുവൻ എടുത്ത് കളഞ്ഞിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. പിന്നെ പുളി വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുന്നു. കണ്ടോ, ഇത്രയും പുളിയാണ് നമ്മൾ ഇത്രയും പഴത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ഈ ഒരു പഴത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മധുരമുണ്ട്, ഒരു ചെറിയ പുളിപ്പുണ്ട്, ഒരു കമർപ്പുണ്ട്, അങ്ങനെ ഒരു ഫ്ലേവർ ഉള്ളൊരു ഫ്രൂട്ടാണിത്. അപ്പോൾ ഇതാണ് പുളിയച്ചാർ ഉണ്ടാക്കുന്നത്. നമുക്കിത് കുറേ ഇപ്പോൾ ഒരു സീസണാണ്, ഈ ഒരു പഴത്തിൻ്റെ സീസണാണ് ഇപ്പോൾ നമുക്കിങ്ങനെ വഴി സൈഡുകളിലൊക്കെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകുമ്പോൾ കിട്ടാറുണ്ട്. മെയിനായിട്ട് തമിഴ്നാട്ടിലാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. തമിഴ്നാട്ടിലും ബാംഗ്ലൂരൊക്കെ കിട്ടാറുണ്ട്. ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വഴി സൈഡിലൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ഇരുന്ന് വിൽക്കുന്നത് കാണാം. പച്ചയായിട്ടും കിട്ടാറുണ്ട്. ഇത് പച്ച കഴിക്കാനും വലിയ കുഴപ്പമില്ല. ഇതാണ് പഴുത്തത്. ഇത് നന്നായിട്ട് പഴുത്ത ഫ്രൂട്ടാണ്. അപ്പോൾ പഴുത്തതാണ് നമുക്ക് ഈ ഒരു പുളിയച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു 1/4 കിലോ എലന്തപ്പഴമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ബാക്കി എന്തൊക്കെ സാധനങ്ങളാണ്, ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ചേർക്കുന്നതെന്ന് കൂടെ കാണിച്ചു തരാം. മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് വെല്ലമാണ്. അത് നല്ല കറുത്ത കളറിലുള്ളതുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഈ പുളിയച്ചാറിന് നല്ലൊരു കറുപ്പ് കളർ കിട്ടണമെങ്കിൽ ഇങ്ങനെ കറുപ്പുള്ള വെല്ലം എടുക്കുകയാണെങ്കിൽ നല്ലത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഡാർക്ക് കളറുള്ള വെല്ലമാണ്. അത് ഞാൻ ചീകി എടുത്തിട്ടുണ്ട്. 2 ആണി വെല്ലമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് വാളംപുളി. ഇത് ഏകദേശം ഒരു ലെമൺ സൈസ് അല്ല, കുറച്ചുകൂടെ കൂടുതലുണ്ട് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത്രയുണ്ട്. പിന്നെ 4 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ഒരു 3/4 ടീസ്പൂൺ ഉണ്ട്, 3/4 ടീസ്പൂൺ ഉപ്പ്. അതുപോലെ കായമാണ്. കായം നമുക്കൊരു 1/2 ടീസ്പൂൺ കായം ഇട്ട് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. ആദ്യം നമുക്ക് ഈ എലന്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ ഞാൻ ഒന്നുമില്ല, നിങ്ങൾക്ക് കല്ലുണ്ടെങ്കിൽ, ഇടിക്കുന്ന കല്ലുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കുരു നമുക്ക് ഈസിയായിട്ട് എടുത്ത് കളയാൻ പറ്റും. അല്ലെങ്കിൽ അരകല്ലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്ക് കത്തി വെച്ചിട്ട് ഇത് കീറി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പം കത്തി കൊണ്ടാണ് ഇതൊന്ന് മുറിച്ചിട്ട് ഇതിൻ്റെ കുരു എടുത്ത് കളയാൻ പോവാണ്. അപ്പോൾ കുറച്ച് കുരുവിനകത്ത് ഇടാൻ വേണമെങ്കിൽ ഒരു രസമാണല്ലോ കടിക്കാൻ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ മുറിച്ച കുരു നിങ്ങളെ കാണിക്കുകയും ചെയ്യാം കേട്ടോ. കണ്ടോ, ഈ കുരുവാണ് നമുക്ക് പുളിയച്ചാറ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടാറുള്ള കുരു. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ പഴത്തിൻ്റെ ഈ കുരുകളൊന്ന് മാറ്റട്ടെ. ഇപ്പം ഫുള്ള് കുരുവൊക്കെ മാറ്റിയിട്ട് ഞാനത് കണ്ടോ ഇങ്ങനെ കത്തി കൊണ്ടാണ് മാറ്റിയത്, ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആണ് നമുക്ക് മിക്സിയിലിട്ട് അടിക്കാൻ എളുപ്പം. അല്ലെങ്കിൽ മുഴുവനായിട്ട് ഇടുകയാണെങ്കിൽ അത് മിക്സിക്കും നല്ലതല്ല, അതുപോലെ നന്നായിട്ട് അരഞ്ഞ് കിട്ടുമില്ല. അപ്പം കുരുവൊക്കെ ഞാൻ എടുത്ത് മാറ്റി കേട്ടോ. കുരു ഞാൻ ഇടുന്നില്ല. ഇനി ഞാൻ മിക്സിയിലെ ജാറിലോട്ട് ഇട്ടിട്ട് കുറേശ്ശായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ പകുതി വെച്ചിടാം, അതാണ് നല്ലത്. 2 ട്രിപ്പായിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. പകുതി ഫ്രൂട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെ പകുതി അങ്ങോട്ട് ഇടാം. പകുതി പുളി, പകുതി വെല്ലം, 2 മുളകും കൂടി ഇടുവാണ്. പിന്നെ പകുതി ഉപ്പും ഇടുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാം കൂടെ കുറേശ്ശെ വെച്ച് അരച്ചിട്ട് ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. നമുക്ക് അത് കുഴപ്പമൊന്നുമില്ല, കൃത്യം വരണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. കുറച്ച് പെരുങ്കായം കൂടി ഇടണം. 1/2 ടീസ്പൂൺ പെരുങ്കായം മതി നമുക്ക്. അപ്പം ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിലിട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് ഇത് അരച്ചെടുക്കേണ്ടത്. വെള്ളം ഒട്ടും വേണ്ട. അതുപോലെ തന്നെ നമ്മൾ പഴം ആദ്യം കഴുകിയിട്ട് തുടച്ചെടുത്തിട്ടാണ് നമ്മളത് മുറിച്ചെടുത്തിരിക്കുന്നത്. അത്രയും പോലും വെള്ളം നമ്മളതിൽ ആക്കിയിട്ടില്ല. ഒട്ടും വെള്ളമില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും. ഇത് അരച്ചെടുക്കട്ടെ. ഇതായിപ്പോൾ അത് അരഞ്ഞിട്ടുണ്ട്. ഇത്ര അരഞ്ഞാൽ മതി കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അരയണം നിർബന്ധമില്ല. ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. എല്ലാം ഒന്ന് മിക്സ് ആയി കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഇത് ആവശ്യത്തിന് അരഞ്ഞിട്ടുണ്ട്. ഞാനിത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടെ ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. ഇനി ബാക്കിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ അരച്ചെടുക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി ഈ പഴം കിട്ടിയപ്പം വാങ്ങിയ ഉടനെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ ഇതിങ്ങനെ ഒന്ന് ട്രയൽ നോക്കിയായിരുന്നു. അപ്പോൾ ഈ റെസിപ്പി അറിയായിരുന്നു. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കി. ആദ്യമായിട്ട് അന്നേരം ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തുള്ളൂ, ഒരു 3 ഫ്രൂട്ട് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയത്. എന്നിട്ട് അത് ഉണങ്ങാൻ വെക്കാൻ നോക്കിയപ്പോൾ ഭയങ്കര കഷ്ടമായിരുന്നു. കാരണം അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒട്ടും വെയിലില്ലായിരുന്നേ. ബാൽക്കണിയിൽ നമുക്ക് ഒട്ടും വെയിൽ കിട്ടുന്നില്ല. അപ്പം ഒരു 3 ദിവസം വെയിലത്ത് വെച്ച് കഴിഞ്ഞ് ആദ്യം നമുക്ക് ആവുമെന്നുള്ളത് റെസിപ്പി കറക്റ്റായിട്ട് കിട്ടുമെന്നുള്ളത് അറിയില്ലായിരുന്നു. നമ്മളുടെ ആ കടയിൽ നിന്ന് വാങ്ങുന്ന പുളിയച്ചാറിൻ്റെ ടേസ്റ്റ് കിട്ടുമെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കും സക്സസ് ആവില്ല എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ 2 ദിവസം 3-ാമത്തെ ദിവസം ഉണങ്ങാൻ വെച്ചോടത്തുനിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് ടേസ്റ്റായി. അത്രയും വെയിൽ കുറവായിരുന്നു, അതുകൊണ്ടാണ് 3 ദിവസമൊക്കെ എടുത്തത് കേട്ടോ. കറക്റ്റ് ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് തന്നെ അത്ഭുതം തോന്നി, ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയായിരുന്നു. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാന്നൊക്കെ ഓർത്താണ്ടാണ് ഞാൻ ചെയ്തത്. ഉണ്ടാക്കിയത് കാണിച്ചിട്ട് വീണ്ടും നിങ്ങൾക്ക് ഇത് ചെയ്ത് കാണിക്കാമെന്ന് ഓർത്തത്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് കാരണം ഞാൻ സത്യം പറഞ്ഞാൽ അത് അറിയാണ്ട് തിന്നുപോയതാണ്. അല്ലെങ്കിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചേനെ. അപ്പോൾ അത്രയും നല്ല സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. ഇത് ഈ തമിഴ്നാട്, സേലം, അവിടെ ചെന്നൈ അങ്ങനെയൊക്കെ പോകുമ്പോൾ വഴി സൈഡിലൊക്കെ ഉണ്ടാവും എല്ലാം. അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇപ്പം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു സീസണാണ് തോന്നുന്നത് ഇതിൻ്റെ. അപ്പോൾ എല്ലായിടത്തും തന്നെ ഏകദേശം കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനിതും കൂടെ അരച്ചെടുക്കട്ടെ, നന്നായിട്ട് ഒന്നുകൂടെ അരച്ചെടുക്കട്ടെ. 2ാമത്തെ സെറ്റ് അരച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം മൊത്തത്തിൽ. കാരണം നമ്മൾ 2 സൈഡ് അരച്ചതുകൊണ്ട് എല്ലായിടത്തേക്കും ഒരുപോലെ മുളകും മധുരവും എല്ലാം എത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പണി ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചാൽ മാത്രം മതി. അത്രയേ ഉള്ളൂ പരിപാടി. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഈ ഒരു ഫ്രൂട്ട് വാങ്ങേണ്ട പ്രശ്നമുള്ളൂ. അത് എല്ലാ സമയത്തും കിട്ടൂല, അതുപോലെ എല്ലാ സ്ഥലത്തും കിട്ടൂലെന്ന് തോന്നുന്നു. അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. പക്ഷേ ഇങ്ങനെ തമിഴ്നാട്ടിലൊക്കെ താമസിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ സുഖമാണ്. അവർക്കിത് ഭയങ്കരമായിട്ട് അവൈലബിൾ. അതുപോലെ ഇത് ഒത്തിരി പൈസയുള്ള പഴമൊന്നുമല്ല കേട്ടോ. ഈ ഒരു 1/4 കിലോ എന്ന് പറഞ്ഞല്ലോ, അതിങ്ങനെ ഒരു നെറ്റിനകത്ത് ഇട്ടിട്ട് അവർ തരും. അത് 20 രൂപയേ ഉള്ളൂ. ഇനി ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രം എന്തെങ്കിലും എടുക്കുക. കുറച്ച് റൗണ്ട് കൂടുതലുള്ള വലിപ്പമുള്ളതാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം എൻ്റെ അടുത്ത് ഇത്രയും വലിപ്പം ഉള്ളതേ ഉള്ളൂ. അന്നേരം ഇതിനകത്ത് ഞാൻ വെക്കുകയാണ്. അഥവാ തികഞ്ഞില്ലേ നമുക്ക് ഒരു പാത്രത്തിൽ കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ആദ്യമേ നമ്മൾ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് നമുക്ക് വെയിലത്ത് വെക്കാനുള്ളതാണ്. അപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ച് മതി. ഇത് അഥവാ ഒട്ടിപ്പിടിച്ചാലോ ഓർത്തിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എടുക്കാനൊക്കെ പറ്റും. ജസ്റ്റ് ഒന്ന് എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ കുറേശ്ശെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് പരത്തി കൊടുക്കുക. അതായത് ഉണങ്ങി വരണമല്ലോ നന്നായിട്ട്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുരു ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് കുരു അങ്ങനെ ഇഷ്ടമുണ്ട്, അതിനകത്ത് കിടക്കുന്ന ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് കുരു എടുത്തിട്ടാൽ മതി. ഇങ്ങനെ ഈ പാത്രത്തിൽ എത്ര എണ്ണം വെക്കാൻ പറ്റുമോ അത്രയും ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ കഴിച്ച് നോക്കുകയാണെങ്കിൽ പുളിയച്ചാറിൻ്റെ ആ ഫുൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇതിങ്ങനെയൊന്നും നല്ല ഉണ്ടാക്കേണ്ടതെന്നിരിക്കും. ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ വിചാരിച്ചത്. പക്ഷേ ആ ഉണങ്ങി വരുമ്പോഴാണ് അത് കറക്റ്റ് ആ ടെക്സ്ചറും അതെല്ലാം ആ കളറ് ആ ഒരു രുചി അതെല്ലാം വരുന്നത്. ആ ഉണങ്ങി വരും. ഇതിനകത്ത് ഓവറായിട്ട് കുറച്ച് വെള്ളം ഉണ്ടാവും, കാരണം ഈ ഫ്രൂട്ട്സിനകത്ത് നല്ല വെള്ളമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി ആ ഉണങ്ങി വരുമ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് വരിക. അപ്പം നമ്മളിനി ഇതിങ്ങനെ വെയിലത്ത് കൊണ്ട് വെച്ചാൽ മതി. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ പ്ലേറ്റിലോട്ട് ഇങ്ങനെ നിരത്തിയെടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി വെയിലത്തേക്ക് വെച്ചാൽ മതി. മുറ്റത്ത് നല്ല വെയിലുണ്ട്. അപ്പോൾ ഞാൻ അവിടെ വയ്ക്കാമെന്ന് വിചാരിക്കുകയാണ്. നല്ല വെയിലുള്ളത് കൊണ്ട് ഒത്തിരി ദിവസം വേണ്ടി വരില്ല. ബാംഗ്ലൂരിൽ വെയിലില്ലാത്തതുകൊണ്ടാണ് എനിക്ക് 3-4 ദിവസമൊക്കെ എടുക്കേണ്ടി വന്നത്. ഇതിപ്പം 2 ദിവസം അല്ലെങ്കിൽ മാക്സിമം 3 ദിവസം കൊണ്ട് നമുക്കിത് ഉണങ്ങി കിട്ടും. അപ്പം നമുക്ക് നോക്കാം എത്ര ദിവസം കൊണ്ട് ഉണങ്ങുന്നത്. നല്ല വെയിലുണ്ട്. അപ്പം നമുക്ക് ആ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉണങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം കഴിയുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പം മനസ്സിലാവും ആ ടേസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ നമ്മൾ വെയിലത്ത് നിന്ന് എടുത്താൽ മതി. എടുത്ത് വെക്കണം, രാത്രി എടുത്ത് വെക്കണം അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അത്രയും ദിവസം വെയിലത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതെന്ന് പറയുന്നത് 2ാമത്തെ ദിവസത്തെ പുളിയച്ചാറിൻ്റെ ഇതാണ് കാണുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല കളർ വെച്ചിട്ടുണ്ട്, കുറച്ചുകൂടെ ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരെണ്ണം നിങ്ങൾ മിസ്സിങ് കാണുന്നുണ്ടാവും. അത് ഞാൻ ടേസ്റ്റ് ചെയ്ത് തീർന്നു പോയതാണ്. പിന്നെ നമുക്കിത് ഉണങ്ങിയൊന്ന് കൃത്യം മനസ്സിലാക്കുകയെന്ന് പറഞ്ഞാൽ നമുക്കിത് ഈ പ്ലേറ്റിൽ നിന്ന് വിട്ട് കിട്ടണം എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ഫോഴ്സ് ചെയ്യേണ്ടി വരും. എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇളക്കി എടുക്കേണ്ടി വരും. എന്നാലും അത് ഫുള്ളായിട്ട് ഒരുമിച്ച് എടുക്കാൻ പറ്റുന്ന രീതിയിൽ എത്തും. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഞാനിത് വെയിലത്ത് നിന്ന് എടുത്തേക്കുവാണ്. ഇനി ഇത് നമുക്ക് ഇളക്കിയെടുക്കണം.
കത്തിയോ അല്ലെങ്കിൽ സ്പൂണിൻ്റെ ബാക്ക് സൈഡൊക്കെ വെച്ചിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് എണ്ണയും കൂടി തേച്ചത് കൊണ്ട് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിത് മുഴുവൻ ഇത് ഇളക്കിയെടുത്ത് ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അത് അങ്ങനെ കേടാവുമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഇളക്കിയെടുത്തിട്ട് വല്ല ബോട്ടിലൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാളിതിങ്ങനെ ഇരിക്കും, കേടാവത്തൊന്നുമില്ല. അപ്പോൾ ഇത് ഇളക്കിയെടുക്കട്ടെ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഫുള്ളായിട്ട് പൊട്ടാതെ നമുക്ക് മുഴുവനായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. ഒട്ടും പാത്രത്തിലൊന്നും പിടിച്ചിരിക്കാതെ ഇങ്ങനെ എടുക്കണം. അപ്പോൾ ഇങ്ങനെ എടുത്ത് വയ്ക്കാം എല്ലാം. അപ്പോൾ ഇതാ നമ്മുടെ പുളിയച്ചാർ ഇങ്ങനെ പാത്രത്തിൽ നിന്നൊക്കെ ഇളക്കിയെടുത്ത് ഞാനിങ്ങനെ അടുക്കി വെച്ചേക്കാണ്. ഇനി നമുക്കത് കഴിക്കാൻ തുടങ്ങാം. നല്ല കിടിലൻ സ്മെല്ലാണ്. ഈ പുളിയച്ചാറിൻ്റെ ആ സ്മെല്ല് അടിക്കുമ്പോഴേ നമുക്ക് ഉടനെ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരുന്നുണ്ട്. അപ്പോൾ ഇത് പിന്നെയെന്ന് പറഞ്ഞാൽ കുപ്പിയിലൊക്കെ ഇട്ടിട്ട് അടച്ചു വയ്ക്കുകയാണെങ്കിൽ കുറേ നാൾ ഉപയോഗിക്കാം, കേടാവത്തൊന്നുമില്ല. അതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് കടകളിലൊക്കെ കിട്ടുന്ന പോലെ വേണമെങ്കിൽ പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങൾക്കിത് എല്ലാവർക്കും തരാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ വീട്ടിലുണ്ടാക്കി കഴിക്കുക, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ ഇതായിട്ട് നമ്മുടെ പുളിയച്ചാർ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഞാനിത് ഓൾറെഡി കഴിച്ചു കേട്ടോ. പിന്നെ നിങ്ങളുടെ മുമ്പിൽ ഒന്നുകൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ആ കിടിലൻ ടേസ്റ്റാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല, നമുക്ക് വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ ഇത് വായിലുള്ളതുകൊണ്ട് ആ ടേസ്റ്റ് എനിക്ക് വർത്താനം പറയാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് സൂപ്പറാണ്. അപ്പം നിങ്ങളെല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ടേക്ക് കെയർ.